എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറച്ച് കടന്നു കൈയായി പോയില്ലേ ബ്രോക്കറെ? അല്ല, നിങ്ങൾക്ക് ഇത് അല്ലാണ്ട് വേറെ ഒരു ആലോചനയും കിട്ടിയില്ല? ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര പെണ്ണിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചതാ, ഏതെങ്കിലും ഒന്ന് ശരിയായോ? കഴിഞ്ഞ ആഴ്ച പോയത് എന്തായാലും ശരിയാവുന്ന വിചാരിച്ചതാ. അവര് വിളിച്ചു പറഞ്ഞ അവൻ എനിക്ക് ഇഷ്ടമല്ല, വേണ്ട. ഞാൻ എന്ത് ചെയ്യാൻ? എൻ്റെ കയ്യിൽ വേണ്ടേ കൊണ്ടുപോയി കാണിക്കാൻ? കാണിച്ചാൽ മാത്രം മതിയോ? അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഇതാണ് ബെസ്റ്റ് ആലോചന അവന് പറ്റിയത്. നിങ്ങളിപ്പോ ഇത് ഒരുമാതിരി മനുഷ്യന്റെ മനസ്സിൽ കുറെ തീയും കോരിയിട്ടിട്ട് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുന്നു പറഞ്ഞ പോലെയായി. എന്തോ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? ഇതിപ്പോ പെണ്ണ് മാത്രം വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു വലിയൊരു കുട്ടിയും കൂടിയില്ലേ, അതിനെയും കൂട്ടിക്കൊണ്ടല്ലേ വരുന്നത്. അല്ല, ഇനിയിപ്പൊ അതിനവിടെ നിർത്തിയിട്ട് വരാൻ പറ്റുമോ? എന്റെ പൊന്നംബികച്ചി, ഇത് പഴയ കാലമൊന്നല്ല. നമ്മളൊക്കെ വേണ്ടാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണോ? ഇതിപ്പോ ഫ്രഷ് ആയിട്ട് കല്യാണം കഴിക്കുന്നവർ തന്നെ പിറ്റേ ദിവസം എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് അവർ അപ്പൊ തന്നെ ഡിവോഴ്സ് ആവുന്നില്ലേ? അങ്ങനെ എത്ര എത്ര കേസുകളുണ്ട്. ഇതെന്തായാലും അങ്ങനല്ലല്ലോ. ഇതിപ്പോ നിങ്ങൾക്ക് ആ പെൺകുട്ടീനെ കുറിച്ചോ അവളുടെ സ്വഭാവത്തിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒരു കുഴപ്പമില്ല. പിന്നെ ആ കൂടെ ഉള്ളത് സെക്കൻഡ് മാരേജ്. അതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ച പോരെ, കഴിഞ്ഞില്ലേ? അല്ല, എന്നാലും ഐ, എന്താണ് ചേച്ചി ഇങ്ങനൊക്കെ പറയുന്നത്? സ്വന്തം അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണത്തിന് റെഡി ആവുമോ? അങ്ങനെ റെഡി ആയാൽ തന്നെ അവർക്ക് നമുക്കൊരു മനുഷ്യഗണത്ത് കൂട്ടാൻ പറ്റുമോ? അത്രയും ക്രൂരായിട്ടുള്ള ഒരു ലേഡിക്ക് മാത്രമല്ലേ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. ഇതിപ്പോ ആ കുട്ടി കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ വീട്ടുകാർ കുറേ നിർബന്ധിച്ചതിന് ശേഷമാണ് ഓക്കെ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ പയ്യൻ, അവൻ എന്തെങ്കിലും പെണ്ണ് കണ്ട് വന്നിട്ട് എനിക്ക് ആ പെൺകുട്ടീനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതും ആ കുട്ടീനെ കണ്ടപ്പോൾ ഇവനും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർ കല്യാണം കഴിക്കാനും റെഡിയായി, രണ്ടാൾക്കും ഓക്കെ. അവർക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അല്ലെ പിന്നെ ഇതും വേണ്ടാന്ന് വെച്ചിട്ട് അവൻ ഇങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ കല്യാണം കഴിക്കാണ്ട്, അത് മതിയോ? നിങ്ങളിങ്ങനെ വെറുതെ അതും പറഞ്ഞിട്ട് സമയം കളയാൻ നിൽക്കണ്ട. എടിപിടിന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ട. നിങ്ങൾ ഈ ചോദ്യം ചെയ്യലും പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലേ ആ ചെക്കൻ്റെ മനസ്സെങ്ങാനും മാറിക്കഴിഞ്ഞ് നടക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്നാണ്. അത് മാത്രമല്ല, ആ കുട്ടീൻ്റെ മനസ്സ് എപ്പോഴാ മാറുന്നത് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടേ പെട്ടെന്ന് തന്നെ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഈ കല്യാണം നടത്താൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം ഉണ്ടാവും. അമ്മമ്മേ, അമ്മമ്മയല്ല മോനെ, അച്ഛമ്മേന്ന് വിളിക്കും. അച്ഛമ്മ ഒന്ന് എന്റെ കൂടെ വരാച്ചോ? എങ്ങോട്ട്? എനിക്കിവിടെ ആരെയും പറിച്ചില്ല അച്ഛമ്മ. ഒന്ന് നമുക്ക് ആ പുറത്ത് ഇറങ്ങിയിട്ട് ആ വീട്ടിൽ കയറിയിട്ട് ഈ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാലോ. പിന്നെ നാട് മുഴുവൻ ഞാൻ നിന്നെയും കൊണ്ട് കറങ്ങാം. എന്റെ മോന്റെ കുട്ടിയാണ്, അവന് കളിക്കാൻ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനും കൂടി ഒരു കുറവേ ഉള്ളൂ. നീ ഇവിടെ എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ കളിക്കാൻ നോക്ക്, ഞാൻ പുറത്തുനിന്ന് ഇറങ്ങാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ആരുടെ അച്ഛമ്മയല്ല അമ്മമ്മയല്ല. അങ്ങനെ പറഞ്ഞ് കൊഞ്ചിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് ആരും വരുവും വേണ്ട. എന്നാ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയും. ചെറിയ കുട്ടിയാ, അതിന് വിളിച്ചിട്ട് ഇതിനെ അമ്മമ്മേന്ന് വിളിക്കുക അച്ഛമ്മേന്ന് വിളിക്കുന്ന പറഞ്ഞിട്ടേ ഓരോന്നും കിന്നാരം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുത്താൻ നിൽക്കരുത്. എപ്പോഴും എനിക്ക് ഒരുപോലെ കൺട്രോൾ കിട്ടിയെന്ന് വരും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നാണക്കേടായിട്ട്. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിലേ ഞങ്ങളുടെ കുടുംബത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. അതുപോരെ ഇനി ചെക്കനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിനൊരു വിവരം ഒന്നും ഉണ്ടാവില്ല. അതിനറിയോ ഇതെന്താണ് ഏതാണ് എന്താ നടന്നെന്നൊക്കെ വലുതാകുമ്പോ മനസ്സിലായി. അല്ലാണ്ട് എന്തു പറയാൻ, എന്തൊക്കെ സഹിക്കണം. മധുരിച്ചിട്ട് ഇറക്കാനും പറ്റൂല, കഴിച്ചിട്ട് തുപ്പാനും പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയായി. എന്നാലും ഈ വയസ്സ് കാലത്ത് എനിക്ക് വന്ന കഷ്ടകാലം നോക്കണേ. പെണ്ണുങ്ങളെ മുഖത്തൊക്കെ എങ്ങനാ നോക്കും, അങ്ങോട്ടും പോകാൻ പറ്റൂ. എന്റെ അടുക്ക് അച്ഛമ്മേ.
അയ്യേ അയ്യേ, ഇത് എന്താ കഥ? എത്ര വൃത്തിക്കും വെടിപ്പിനും കിടന്ന വീടാ. അതിന്റെ കോലം നോക്ക്. ഒരാള് വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്ത് ഒക്കെ പെറുക്കി കൊണ്ടുവരണം. ഇതെന്താടാ നീ സോഫയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ ടി വി കണ്ടിട്ട് കഴിക്കാം. TV കണ്ട് കഴിച്ചില്ലേ നിനക്ക് ഭക്ഷണം ഇറങ്ങില്ല? കറണ്ട് ചാർജ് വേറെ ആരും വന്ന് കൊടുക്കോ? ഇതൊരു TV. മരയെ എഴുന്നേറ്റ് പോയിക്കോ അവിടുന്ന്. എണീറ്റ് പോയിക്കോ അവിടുന്ന്. എന്താ നിക്ക്. ഇനി മുതൽ ആ ടേബിളിൽ ഇരുന്ന് കഴിക്കണം കേട്ടോ. അവിടെ വന്ന് കഴിക്കരുത്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലാ. മനസ്സിലായോ? കഴിക്കോ. ആ തള്ളയ്ക്കും വിവരമില്ല, ചേക്കനും വിവരം. എന്താ അതിന്റെയൊക്കെ കോലം? ഞാൻ ഇവിടുത്തെ പണിക്കാരി. എന്താ നോക്ക്, നിന്റെ ചെക്കൻ ഇതാ ഇവിടെ ഒക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അടിച്ചോട് നന്നാക്കി ഇട്. കഴിച്ച പ്ലേറ്റ് ഒക്കെ അവിടെ തന്നെ വെച്ചിരിക്കുന്നു. അതൊക്കെ ആര് കഴുകുന്ന വിചാരിച്ച? ചെക്കനാണ് അത് കഴിച്ചിട്ടു. മോനൊരു കല്യാണം കഴിഞ്ഞാൽ മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടുന്ന വിചാരിച്ച ഉള്ള സമാധാനവും പോയി. അത് അടുക്കളയിൽ കയറുമ്പോ തന്നെ ഇരിക്കാത്ത. മോൻ എന്താ ചെയ്തത്? ഓ, നീ ഇറങ്ങി താഴേക്ക്. ഞാൻ ടെറസിൽ തുണികളൊക്കെ ഉണങ്ങാനിടായിരുന്നു. അവനൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഒന്ന് പോയി നോക്ക്. മനുഷ്യന്മാര് വന്നിട്ടുണ്ടെങ്കിൽ നാണക്കേട് മുഴുവനും വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. എന്നാലും എങ്ങനെയുണ്ടോ കുട്ടികള്? എത്ര മക്കളെ കണ്ടിരിക്കുന്നു, പക്ഷെ ഇതുപോലെ ഒരു സാധനം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒന്നുപോലെ സൂക്ഷിച്ച വീടാ. കാടിന്റെ അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും തട്ടിപ്പറിച്ചിടണ്ടെന്ന് പറയണം. അതൊക്കെ എടുത്ത് മേലെ വെക്കിട്ടാ. ഞാനത് വെക്കാം അമ്മേ. അതിനുശേഷം ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തോണം. അല്ലാണ്ട് പിന്നെ വേറെ ആരും ഇതൊക്കെ ചെയ്യാൻ? പിന്നെ മുതുപ്പെണ്ണൊന്നും അല്ലല്ലോ, രണ്ടാം ഘട്ടന്നല്ലേ. എല്ലാം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് എല്ലാം അറിയില്ലേ. കണ്ടറിഞ്ഞൊക്കെ ചെയ്യാം. പുതിയൊരു വീട്ടിൽ വന്നാണ് കൊണ്ട് കൊച്ചമ്മ ചെന്ന് അവിടെ ഇവിടെ ഇരിക്കൊന്നും വേണ്ട. അതിനുള്ള വയസ്സും പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. ഇതൊക്കെ അവിടെ എടുത്തു വെക്കി. ഞാൻ ഒന്ന് മുറ്റം അടിച്ചിട്ട് വരാം. ഞാൻ മുറ്റം അടിക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട്. വേണ്ട വേണ്ട. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വെറുതെ അപ്പുറത്തും ഇപ്പുറത്തും പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കും. എന്തെങ്കിലും കാരണങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, കളിയാക്കാൻ. കുറച്ച് മാസത്തേക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട. പുറം പണിയൊക്കെ ഞാൻ ചെയ്യാം. അകത്തെ പണി മാത്രം നീ ചെയ്താൽ. പിന്നെ ചെക്കനെയും പുറത്തിറങ്ങണ്ട കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ കളിച്ച് നിന്നോട്ടെ. ആവശ്യത്തിനുള്ള സൗകര്യമൊക്കെ ഇല്ല. ബുദ്ധിമുട്ടാണ് തോന്നുമെങ്കിൽ ചെക്കനെ കുറച്ച് ദിവസം വീട്ടിൽ നിർത്തിയിട്ട് വന്നോ, കുഴപ്പമൊന്നുമില്ല. നീ എന്താ എന്റെ റൂമിൽ കാണിക്കുന്നേ? ഡാ, അതെന്റെ അല്ലേ? അത് നീ എടുത്തിട്ടിരിക്കുന്നത്. എനിക്കെടുന്ന്. ഇതൊക്കെ വില കൂടിയ സാധനങ്ങളാ, നിനക്ക് നശിപ്പിക്കാനുള്ളതല്ല. ഇതാരെടുത്തോണ്ട് പോയതാ? എന്തിനെടുത്തോണ്ട് പോയി? പുറത്ത് കണ്ടപ്പോ ഞാൻ എടുത്തത്. അമ്മ പറഞ്ഞു തെളിച്ച് വെക്കാൻ. അത് ശരി. അപ്പൊ നിന്റെ നല്ല കള്ള സ്വഭാവം ഉണ്ടല്ലേ? ഞാനൊക്കെ എന്റെ മക്കളെ നല്ലത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. വേറൊരാളെ സാധനം കണ്ടല്ലേ എടുക്കില്ല. എന്താ അമ്മ ഇത്? രാവിലെ മുതൽ തുടങ്ങിയല്ലേ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇത്ര നേരമായിട്ട് നിർത്താനായില്ല? ഇപ്പൊ കുറ്റം എനിക്കായോ? എന്റെ റൂമ് കയറിയിരിക്കുക. ഇതാ എന്റെ കണ്ണടയും മോഷിച്ചോണ്ട് പോയത്. ചോദിച്ചു നോക്ക് നിന്റെ മോനോട്. ഇതാരാണ് തുറന്നത്? ഞാനല്ല, ഞാൻ സെൽഫേ തുറന്നിട്ടില്ല. ഇതെങ്ങനെയാ? ഞാൻ അടച്ചിട്ട് പോയതാ മോനെ. ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഇനിയിപ്പോ അത് ആ റൂമിൽ ചെന്ന് നോക്കേണ്ടി വരും. നിന്റെ റൂമിൽ ഇവിടുത്തെ പൈസയും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ തുറന്നിട്ടല്ല സെൽഫ്. കള്ളത്തരം മുഴുവൻ ഉണ്ട്. കുടുംബം വേറെയാണല്ലോ. എനിക്കിവിടെ തെരഞ്ഞു നോക്കണം എന്തൊക്കെയാ അതിന്റെ അകത്തുനിന്ന് പോയിന്ന്. എനിക്ക് അറിയില്ല ദൈവം. ഞാൻ മൊത്തം ഒന്ന് തുറന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ എടാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇതും മോശം കൊണ്ടിരിക്കും. ഇതിന്റെ അകത്ത് ഇരിക്കുക ഞാൻ വരുമ്പോ. ഇല്ല അച്ഛൻ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ വരുമ്പോ തുറന്നെടുക്കായിരുന്നു. അച്ഛമ്മ ആദ്യം തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛമ്മന്റെ ഗ്ലാസ് ചൂട് വെയിലത്ത് കിടക്കായിരുന്നു. അപ്പൊ പൊട്ടി തെറിച്ചാലോ എങ്ങനെയെങ്കിലും. അതുകൊണ്ട് ഞാൻ എടുത്തു കൊണ്ടുവന്നത്. അമ്മ പറഞ്ഞു തിരിച്ചു വെക്കാൻ. ഞാൻ തിരിച്ചു വെച്ചതാ. കള്ളം പറയാൻ ഒട്ടും അറിയാത്തൊരു സന്തതി. കഷ്ടം. ഇനി എന്റെ റൂമിൽ കയറരുത് കേട്ടാ. പോയിക്കോ അവിടുന്ന്. കഷ്ടം. ഇനി എന്തൊക്കെ കാണേണ്ട വരുമോ?
കൂട്ടിയിട്ട് എവിടെയെങ്കിലും താക്കോല് കൊണ്ട് വെക്കണം. അതാണ് ഇപ്പൊ അവസ്ഥ. വസ്ത്രം, തുകിൽ, ഇതോ? ഇതെന്താ മോനെ? കൂട്ടം, രാജി. രാജി. രാജി അല്ല കേട്ടോ, രാജി. എഴുതി നോക്ക്. അപ്പൊ പറഞ്ഞു എഴുതണം കേട്ടോ. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം മോളിലൊക്കെ പോയി അവിടുത്തെ ആ ഗെയിം സോണിലൊക്കെ കളിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് എല്ലാം അടിച്ച് പൊളിച്ച് തിരിച്ചു വരാം. ഓക്കെ, എന്നാ പഠിച്ച എന്താ എഴുതുന്നത്? വസ്ത്രം, തൂക്കിൽ. പഠിച്ചല്ലോ, തൂക്കിൽ. വെരി ഗുഡ്. ചെക്കന് പരീക്ഷയാണെന്ന് പറഞ്ഞിട്ടേ ജോലിയും കൂലിയും കളഞ്ഞിട്ട് ഇതിനെ പഠിപ്പിക്കാനിരിക്കുക. മോനിത് പഠിച്ചോ കേട്ടോ. അമ്മ ഇന്ന് ലീവ് എടുത്ത് ഞാൻ വീട്ടിലിരിക്കുന്നല്ലോ, ഞായറാഴ്ച അല്ലേ. മോന് കുറച്ചു നേരം കൂടെ ഇരുന്നിട്ട് പറഞ്ഞു കൊടുത്ത് എന്താ കുഴപ്പമില്ല. ഓ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പൊ നിങ്ങക്ക് ലീവ് എടുക്കണം തോന്നി ലീവ് എടുത്ത് വീട്ടിലിരുന്നോ. അതിനിപ്പോ എന്താ? കുട്ടിക്ക് പരീക്ഷയാണെങ്കിൽ പിന്നെ അച്ഛന്മാരനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കണ്ട് കറങ്ങാനോ പിടിക്കാനോ എവിടെയെങ്കിലും പോയിക്കോ. അമ്മ എന്തിനമ്മ വേണ്ടാത്ത കാര്യം ഇടപെടാൻ നിൽക്കുന്നത്? അമ്മയ്ക്ക് അമ്മേന്റെ കാര്യം നോക്കിയാ പോരെ. എന്താ എന്റെ മോന്റെ കാര്യം എന്റെ കാര്യല്ലേ? ആരാന്റെ മക്കളോട് നീ ഇത്ര സ്നേഹം കാണിക്കുമ്പോ സ്വന്തം മോനോട് അമ്മയ്ക്ക് സ്നേഹം കാണിക്കാൻ പാടില്ല? ഏയ്, മോൻ എന്തിനാ കരയുന്നത്? കരയണ്ട കേട്ടോ. അതിനെന്തിനിപ്പൊ കരയുന്നത്? കരയാൻ മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അമ്മ ഇന്ന് അങ്ങോട്ട് വന്നേ, എനിക്കൊരു സംസാരിക്കാൻ. മോനിത് പഠിക്കട്ടോ, കരയല്ലേ കരയല്ലേ. അച്ഛൻ പോരുത് പോരാ, പഠിച്ചു. അമ്മേനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മേ, ആ കുട്ടീനെ മുന്നിൽ വെച്ചിട്ട് അങ്ങനൊന്നും സംസാരിക്കരുതെന്ന്. അതൊരു ചെറിയ കുഞ്ഞല്ലേ, അവൻ എന്ത് തോന്നുന്നു അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ? പാവം. വേണ്ട, ഞാൻ കൊഞ്ചു ചോമനിച്ചില്ല തലയിൽ കയറ്റി വെക്കാം. ആണും പെണ്ണുമായിട്ട് നീ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ ഈ ഒരു ഗതി വന്നിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ ആരാന്റെ കുട്ടീനെ സ്വന്തം കുട്ടിയായിട്ട് കൊണ്ട് നടക്കാൻ? നിനക്ക് എന്തിന്റെ ഇതായിരുന്നു? ഓരോരോ പൊട്ടത്തരങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും. മനുഷ്യന് അന്ന് തുടങ്ങിയതാ നെഞ്ചിൽ തീയാ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നും പറയണ്ട, എനിക്കാകില്ല അങ്ങനെ അഭിനയിച്ച് നടക്കാൻ. അമ്മേ, നമ്മൾ എല്ലാവരും കൂടെ സംസാരിച്ച് എടുത്ത് പിടിച്ച് നടത്തിയ കല്യാണമല്ലേ, അല്ലാണ്ട് ഞാനൊരു സുപ്രഭാതം ഒരു വീട്ടിൽ ചെന്നിട്ട് പെണ്ണിനെ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടതാണ് അല്ലല്ലോ. പിന്നെ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിലോ പുറത്തു കൊണ്ടുപോകുന്നതിലോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിലോ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അമ്മയ്ക്ക് എന്താണ്? നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ എനിക്ക് പറ്റണ്ടേ? എടാ, ഞാൻ അവളോട് പറഞ്ഞതാ, വേണേ ആ ചെക്കനെ 10-15 ദിവസം അവളെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നോക്കാം എടുക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ കല്യാണം കഴിച്ച് കൊണ്ടുപോകും. എന്നിട്ട് പതുക്കെ പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ട് ചെക്കനെ പതുക്കെ പതുക്കെ അകറ്റാൻ നോക്കും. ആൺകുട്ടിയല്ലേ, പെൺകുട്ടിയാണെങ്കിലും പിന്നെയും കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. നമ്മുടെ അവളില്ലേ സൗദാമിനി, അതിന്റെ മോന്റെ ഒരു പെണ്ണ് ഓടി വന്നിട്ട് 2 പിള്ളേരെയും വിട്ടിട്ടല്ലേ ഓടി വന്നത്. പിന്നെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് വന്നപ്പോ അതിനെ ആട്ടിപ്പയച്ചു വിട്ടു. അങ്ങനത്തെ അമ്മമാരൊക്കെ ഉണ്ട്. അത്രയൊന്നും പറയുന്നില്ലല്ലോ, കൊണ്ട് വിടുക വീട്ടില്. പിന്നെ അവിടെ നിന്നോട്ടെ. അപ്പൊ ചെക്കന് പതുക്കെ പതുക്കെ ബന്ധമൊക്കെ ഒന്ന് വിട്ടു ഇതാവുമല്ലോ. പിന്നെ അതിനെ ഹോസ്റ്റലിലോ എവിടെയെങ്കിലും നിർത്ത്. 6-7 വയസ്സൊക്കെ ആയില്ല അതിന്. അച്ഛനും അമ്മയും ഉള്ളതുകൾ തന്നെ ഹോസ്റ്റലിൽ വളരുന്നുണ്ട്. ഇവർക്ക് നോക്കാൻ വയ്യാണ്ട് എത്രയോ ദൂരെയൊക്കെ മക്കളെ കൊണ്ട് വിടുന്നില്ലേ? അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാ മതി. എന്റെ സ്വന്തം ചോരയൊന്നും അല്ലല്ലോ മോനെ. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങളാകും. അപ്പൊ ഇതിനെ നിങ്ങൾ രണ്ടും കൂടി ഇടയ്ക്ക് പോയി കാണുക വരിക, അത്രയൊക്കെ പോരടാ. എനിക്കെന്തോ അതിന്റെ മുഖം ഇങ്ങനെ കാണുമ്പോ, നിനക്ക് ഉണ്ടായതല്ലല്ലോ, വേറെ ഏതോ ഒരുത്തിന് ഉണ്ടായതല്ലേ. അതിനെ ഇപ്പൊ നീ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന കാണുമ്പോഴാണ്. അമ്മിത ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ അത് വേറെ തന്റെ കുഞ്ഞാണ്, നീ നോക്കണ്ടെന്നൊക്കെ. ഇത് ഈ പറഞ്ഞതോട് അമ്മ അവസാനിപ്പിച്ചോളണം. ഇനി അങ്ങോട്ട് ഇത് പറഞ്ഞേക്കരുത്. ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ അവളെ കല്യാണം കഴിച്ചത്, കുഞ്ഞിനെ നോക്കാന്നും പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് കുഴപ്പമില്ലാത്തതാണ് അമ്മയ്ക്കുള്ള പ്രശ്നം. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടേ അവളും അവളുടെ ഹസ്ബൻഡ് ആകെ 2 മാസമാണ് ഒന്നിച്ച് താമസിച്ചത്. അത് അത്രയും പീഡനം സഹിച്ചുകൊണ്ട്. പിന്നെ 3-ാമത്തെ മാസം അവൾ അവളെ വീട്ടിലേക്ക് പോയി. അവൾ പ്രഗ്നന്റ് ആയിരുന്നു.
പിന്നെ ആ കുഞ്ഞിനെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞിനെ നോക്കിയതും വളർത്തിയത് അവളുടെ വീട്ടുകാരാ. അവന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അവള് വേറൊരു കല്യാണം വേണ്ടാന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്നതാ. അതിനുശേഷമാണ് അവളുടെ വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾ ഈ കല്യാണത്തിന് റെഡി ആയത്. അത് ഇത്രയും വർഷത്തിന് ശേഷം. പിന്നെ എന്റെ കാര്യം അമ്മയ്ക്ക് അറിയാലോ, ഞാനും കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടന്നു തന്നെയാണ്. ഇവരെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, അതുകൊണ്ട് കല്യാണം കഴിച്ചു. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ജീവിതം കൊടുത്തോണ്ടേ എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേ അവൻ വേറൊരാളുടെ കുഞ്ഞാണെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. അവനോട് കളിക്കുമ്പോഴും പുറത്തു കൊണ്ടുപോകുമ്പോഴും അവനോട് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് എന്റെ മോനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പറയാനൊക്കെ എളുപ്പാ, അനുഭവം വരുമ്പോ പഠിച്ചോളും. സോറി, ഇവിടെ പറയിപ്പിക്കരുത് ചേക്ക. അയ്യോ എന്റെ നാട്ടോ. അയ്യോ എന്തമ്മ എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ, മനുഷ്യനെ എണിക്കാൻ പറ്റാണ്ടാക്കി. ഒന്ന് തെറ്റിയതാണെങ്കിലും നിലത്തെത്തി തളർന്ന് അങ്ങോട്ട് കിടക്കുമായിരുന്നു. എന്താണത്? നീ എന്താ ഇവിടെ ചെയ്ത്? ഞാൻ വെള്ളം കൊണ്ട് കളിക്കായിരുന്നു, അപ്പൊ തന്നെ അച്ഛമ്മ വന്ന് സ്ലിപ്പായിപ്പോയി. നിനക്ക് അങ്ങനെ വെള്ളം എടുത്ത് കളിക്കണ വല്ല മുറ്റത്ത് ചെന്ന് കളിച്ചൂടെ? ഇവിടെ തന്നെ വഴിയിൽ വെള്ളം ഒഴിച്ച് കളിക്കേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും ഓരോന്ന് ചെയ്തു നോക്കും ഓരോ ദിവസം, ഒരു സമാധാനം തരാണ്ട്. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും തുടങ്ങും മോങ്ങ. നടു ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കായിരുന്നു, പിന്നെ എല്ലാവർക്കും കൂടെ സമാധാനമാവും. താഴെ ചെന്ന് കളിക്ക്. ഇപ്പൊ അമ്മയ്ക്ക് വല്ലതും പറ്റുകയാണെങ്കിലോ എന്ത് ചെയ്യായിരുന്നു? കരയണ്ട, താഴെ പോയി കളിക്ക്. എന്തെങ്കിലും പറ്റിയതാണെങ്കിൽ എന്തോ ഒരു ഭാഗ്യത്തിനാ ഒന്നും പറ്റാണ്ടായത്. ഇവിടുന്ന് സ്ലിപ്പായി ഇത് ഇവിടെ വന്നിരുന്നു. പോയിക്കാനേ. മനുഷ്യ തല കറങ്ങി പോകുന്നു. അമ്മ ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, പിടിക്കാനോ ഒന്നും വേണ്ട. ഇത്തിരി സമാധാനം വേണം. എന്താ പറ്റിയേ? എടി നീ ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇത്രയും വലിയൊരു കുഞ്ഞിന്റെ അമ്മയല്ലേ, ഒരു ബോധം വേണ്ട നിനക്ക്? വെള്ളം എടുത്തിട്ട് ഇവിടെ കളിക്കുന്നത്. അമ്മ എങ്ങനെ അവിടുന്ന് വീണ് താഴെ എത്തിയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? എല്ലാരും ഇങ്ങനെ തലേക്കിട്ട് ചോമനിച്ച് വഷളാക്കുന്നുണ്ടാ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എനിക്ക് വഴക്ക് പറയാൻ അറിയാണ്ടൊന്നല്ല, അങ്ങനെ പറയുമെന്ന് വിചാരിച്ചു ഓരോന്ന് ആലോചിക്കുമ്പോണ്ടല്ലോ ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. എന്താടാ ചെയ്തത്? എന്താ അവളതിനെ തല്ലാ തോന്നുന്നു, നീ ഒന്ന് പോയി നോക്ക്. എന്തിനാ അങ്ങനെ ചെയ്ത? ഇതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരുന്നത്. അതാണ്ട് പറ്റുപോയത്. ഇവിടെ ആർക്കും ഇഷ്ടല്ല. അമ്മ തെറ്റ് ചെയ്തു തോന്നുന്നുണ്ടോ മോൻ? പഴയ വീട്ടിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ ആർക്കും എന്നെ ഇഷ്ടല്ല. ഇവിടെ വന്നപ്പോ എല്ലാരും ചീത്ത കുട്ടിയാ വിളിക്കുന്നു. ആർക്കും എന്നെ ഇഷ്ടല്ല ഇവിടെ. പഴയ വീട്ടിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടം. നീ ഇനി അവനെ വഴക്ക് പറയാൻ നിൽക്കൊന്നും വേണ്ട. ഞാൻ ഓരോ വിഷമത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. എനിക്കും തോന്നുന്നു ഞാൻ എടുത്തു ചാടിയിട്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്. ഞാനിവിടെ വന്ന ശേഷം എനിക്ക് അവന് ഒരൊറ്റ സന്തോഷം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവൻ സങ്കടപ്പെടുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ സന്തോഷത്തോടെ നിൽക്കാം? ഞങ്ങൾ കുറച്ച് ദിവസം എന്നാല് വീട്ടിൽ പോയി നിൽക്കട്ടെ. എടാ, ഈ ഒരു ചെറിയ കാര്യത്തിൽ നീ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശരിയാവുക? ഞാൻ അവിടെ അങ്ങനെ സംഭവിച്ചപ്പോ എന്തോ പറഞ്ഞു വിചാരിച്ചിട്ട്
അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ല, ഏട്ടൻ പറഞ്ഞത് ശരിയാ. നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം. നിങ്ങള് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ. ഇപ്പൊ തന്നെ ഏട്ടന് വരെ തോന്നി. നമ്മള് ഈ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ രണ്ടാൾക്കും അധികം വിഷമിക്കണ്ട. ഏട്ടൻ പറഞ്ഞാൽ ശരിയാ, വേണ്ടിയില്ല. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. നമുക്ക് പോകണം. ഡ്രസ് മാറ്റി. ഇനി ഇവിടെ ആർക്കൊരു ശല്യമായിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല. എനിക്കറിയാം ഈ ബന്ധത്തിൽ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. അത് ഞാൻ വന്നത് മുതൽ എൻ്റെ മോനോട് ഇവിടെ എല്ലാവരും കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല വേറൊരു കല്യാണം കഴിക്കണം, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം എന്നൊക്കെ. എൻ്റെ മോന് വേണ്ടി ഇതുവരെ ജീവിച്ചത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സമാധാനം എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടി അത്രയും നിർബന്ധിച്ചപ്പോൾ വെറുതെ ഒരു ആഗ്രഹം, മോനൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടണമെന്ന് എപ്പോഴോ വിചാരിച്ചു. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ എല്ലാവർക്കും ഞങ്ങളിവിടെ ഒരു തെറ്റ. എൻ്റെ മോന് കള്ളെന്ന് വരെ പറഞ്ഞില്ലേ. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. നല്ലത് മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇവിടെ എത്തിയ ശേഷം ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ മുതൽ പലതും കണ്ടില്ല എന്നും കേട്ടില്ല എന്നൊക്കെ നടിച്ചു. എൻ്റെ മോനെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇപ്പൊ ഏട്ടന്റെ മനസ്സ് പോലും അവനോട് വെറുപ്പ് തോന്നിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അമ്മയ്ക്ക് അമ്മന്റെ മോനെ വേണ്ടാന്ന് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് അവനെ വിട്ട് എനിക്ക് വേറൊരു ജീവിതമില്ല. എന്നെ എൻ്റെ മോനെ പൊന്നുപോലെ സ്നേഹിച്ചതിനും കൂടെ നിർത്തിയതിനൊക്കെ ഒരുപാട് നന്ദി. ഒരച്ഛമ്മേനോട് പറ നമ്മൾ പോകാന്ന്. ഞങ്ങൾ പോവാണ് അച്ഛമ്മ. ഇനി ഞാൻ ഒരിക്കലും അച്ഛമ്മേനെ ശല്യം ചെയ്യും. മോനിങ് വാ. മോനച്ഛമ്മേനോട് ദേഷ്യമുണ്ടോ? ഇവരെ രണ്ടുപേരെയും വിഷമിച്ചിട്ട് ഇവിടെ നയിച്ചാൽ പിന്നെ എനിക്ക് ജന്മസമാധാനത്തോടെ നിൽക്കാൻ പറ്റും. എല്ലാ തെറ്റും ഞാനാ ചെയ്തത്. ഈ കുഞ്ഞിൻ്റെ ഒരു തെറ്റുമില്ല. അവന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനും പറ്റില്ല. അതെനിക്ക് അറിയാം. പിന്നെ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ഇഷ്ടക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് പറഞ്ഞതും കാണിച്ചതും ഒക്കെയാണ്. എൻ്റെ റൂമിൽ കയറി ഷെൽഫ് തുറന്നൊന്നും അവനല്ല. അതെനിക്ക് അറിയായിരുന്നു, നേരത്തെ തുറന്നു തന്നെ ഇട്ടതാണ്. ഞാൻ എന്ത് ദുഷ്ടത്തെയാ ഈ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പിൽ വീണതൊന്നും ഇവൻ കാരണമല്ല. ഈ കുട്ടി കളിക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ദേഷ്യത്തിൽ ആ ഗ്ലാസ് എടുത്ത് എറിഞ്ഞത്. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. തിരിച്ചു വരുമ്പോൾ സ്ലിപ്പായി വീണത് ഞാനാ. പക്ഷെ ഈ കുഞ്ഞ്, അവൻ എത്ര വഴക്ക് പറഞ്ഞിട്ട് അവൻ എൻ്റെ പേര് പറഞ്ഞില്ല. അതെ, നീ എവിടേക്കും പോണ്ട. അല്ലെങ്കിൽ എന്തിനാ പോകുന്നത്?
അല്ലെങ്കിൽ നീ കുഞ്ഞു അവളെ എന്ത് തെറ്റാ ചെയ്തത്? ആരോ ചെയ്ത തെറ്റിന് ഇവർ ഇത്രയും കാലം അനുഭവിച്ചില്ലേ? ഇനി മതി, എവിടേക്കും പോണ്ട, എന്റെ കൂടെ ഇരുന്നാ മതി. അല്ലെങ്കിലും ഞാൻ അങ്ങനെ എങ്ങനെ പറഞ്ഞയക്ക? അത് നിന്റെ മാത്രം കുഞ്ഞൊന്നും അല്ല, ഇത് എന്റെ മോന്റെ കുഞ്ഞ് തന്നെയാ, എന്റെ പേരക്കുട്ടി. അവൻ ഇവിടെ വളരും അല്ലേടാ? ഒന്നും പറയാണ്ട് ഞാനും അവന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അതിനെന്താടാ, അച്ഛന്മാരായ അങ്ങനെയൊക്കെ തന്നെയാ. മക്കളെ വഴക്ക് പറയും, അത് കഴിഞ്ഞ് അതിന്റെ 1000 ഇരട്ടി സ്നേഹിക്കും. അത്രയല്ലേ ഉള്ളൂ അല്ലേ? എന്നാ അച്ഛൻ്റെ അടുത്ത് പോയിക്കെ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരും അച്ഛനും മക്കളും തമ്മിലുള്ള പരിഭവവും പിണക്കവും ഒക്കെ. പോയിക്കെ അച്ഛൻ്റെ അടുത്തേക്ക്.